ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ ഇടവക പള്ളിയായ കുന്നേൽ പള്ളിയെക്കുറിച്ചാണ്. ഉണ്ണീശോ ആണ് ഇവിടുത്തെ ഇടവക മധ്യസ്ഥൻ. വളരെ കുറച്ച് വീട്ടുകാർ മാത്രമുള്ള ഒരു ചെറിയ ഇടവകയാണ് ഇത്. വളരെ നല്ലൊരു ഇതാണ്. ഇവിടെ പ്രധാനമായും തമുക്ക്, ഉടുപ്പ് ആണ് നേർച്ച. തമുക്ക് നേർച്ച അവലോസ് പൊടിയും പഴവും ശർക്കരയും ഇട്ട് കുഴച്ചുണ്ടാക്കുന്ന ഒരു ഭക്ഷണമാണ്. പിന്നെ ഇവിടുത്തെ ഉടുപ്പ് നേർച്ച കുട്ടികളില്ലാത്ത ആളുകൾ ദമ്പതികൾ വന്ന് പ്രാർത്ഥിച്ച് അവരുടെ ഉടുപ്പ് നേർച്ചയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും അവർക്ക് കുട്ടികളുണ്ടായി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അത്ഭുത കിണർ, അവിടുത്തെ വെള്ളം കുടിക്കുന്നവർ രോഗശാന്തി ലഭിച്ച് സന്തുഷ്ടരായി ഇവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നെ ഇത് ഒരു മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പള്ളിയാണ്. വ്യക്തമായില്ല. ഇപ്പോ ഇവിടെ ഞങ്ങളുടെ വികാരിയച്ഛനായിട്ടിരിക്കുന്നത് ഫാദർ ജൂലിയസ് കറുകന്തറയാണ്. 1976 മാർച്ച് 9 ഈ പള്ളി ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ടത്. എന്നിട്ട് ഇപ്പോൾ ഞങ്ങളുടെ 50ാം ജൂലൈ വർഷമാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ പള്ളി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഹലോ, ഈ പള്ളിയുടെ പേര് ഇൻഫന്റ് ജീസസ് ചർച്ച് കുന്നേൽ എന്നാണ്. ഈ പള്ളിയുടെ മാതൃദേവാലയം ആലങ്ങാട് സെന്റ് മേരീസ് പള്ളിയാണ്. വളരെ കുറച്ച് ജനങ്ങളെ ഉള്ളൂ ഈ പള്ളിയിൽ. എന്നാലും ഇത് വലിയൊരു തീർത്ഥാടന കേന്ദ്രമാണ്. പിന്നെ ഇവിടെ പണ്ട് കന്നുകാലികളെ മേയ്ക്കാൻ വന്ന ഇടയന്മാരുടെ ഒരു സുഹൃത്തുണ്ടായി. അയാളെ മുത്തപ്പൻ എന്നായിരുന്നു അവർ വിളിച്ചുകൊണ്ടിരുന്നത്. അയാളുടെ മരണശേഷം അദ്ദേഹത്തെ അടക്കിയത് ഈ പള്ളിയിലായിരുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ഇവിടെ ഒരു ദിവ്യപ്രകാശം കാണപ്പെട്ടു. അപ്പോൾ അത് കണ്ട് ഇവിടെ വന്നവർക്കൊക്കെ ഒരു ഉണ്ണീശോയുടെ ഒരു അത്ഭുത രൂപം ലഭിച്ചു. അത് ആലങ്ങാട് പള്ളിയിലേക്ക് മാറ്റിയെങ്കിലും അത് ഒന്ന് അത്ഭുതകരമായി തിരിച്ച് ഈ പള്ളിയിലേക്ക് തന്നെ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പള്ളി കാണപ്പെടുന്നത്. ആ രൂപം ഇപ്പോൾ ഈ പള്ളിയുടെ പ്രധാന അൾത്താരയിലിരിക്കുന്ന ഉണ്ണീശോയുടെ രൂപമാണ്. പിന്നെ ഇവിടെ ഒരു പെരുന്നാളുണ്ട്. അത് ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു പെരുന്നാളാണ്. എന്നിട്ട് പിന്നെ ഇവിടുത്തെ പ്രധാന നേർച്ച തമുക്ക് നേർച്ചയാണ്. അത് പണ്ട് ഈ ഇടയന്മാരൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന ധാന്യപ്പൊടിയും പിന്നെ കാട്ടിൽ നിന്നൊക്കെ ഇതൊരു കാടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാട്ടിൽ നിന്നൊക്കെ കിട്ടിയിരുന്ന പഴങ്ങളൊക്കെ കൂട്ടിക്കുഴച്ച് അവർ ഈ മുത്തപ്പനോട് ഒന്നിച്ചിരുന്ന് ഭക്ഷിക്കുമായിരുന്നു. പിന്നെ അതിൽ 1/3 അവർ വീട്ടിലും കൊണ്ടുപോയായിരുന്നു. ഇതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇപ്പോൾ ഭക്തജനങ്ങൾ ഈ തമുക്ക് നേർച്ച വഴിപാടായി ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ നേർച്ചകളുള്ളത് അമ്പ്, ഉടുപ്പ്, ശിശുസമർപ്പണം, അടിമ, അങ്ങനെ കുറേ നേർച്ചകളുണ്ട്. ഞങ്ങളുടെ പള്ളിയുടെ പേര് ഇൻഫന്റ് ജീസസ് ചർച്ച് എന്നാണ്. ഇതൊരു വലിയ പള്ളിയാണ്, ഒരു ഫേമസും കൂടിയാണ്. ഇതൊരു നല്ല തീർത്ഥാടന കേന്ദ്രമാണ്. ഇവിടെ കുറെ ആൾക്കാർ അവരുടെ കൊച്ചുങ്ങൾ ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഒരു അത്ഭുത കിണറുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ വ്യക്തമായില്ല. അതിലത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ രോഗശാന്തി വരുമെന്നൊക്കെയാണ്. രോഗശാന്തി വരും. ഈ പള്ളിയിൽ 9 യൂണിറ്റുകളാണുള്ളത്. ഇവിടെ ഒരു നല്ല അച്ഛനുണ്ട്. ആ വികാരച്ഛൻ്റെ പേര് ജൂലിയസ് കറുകന്തറ അച്ഛൻ എന്നാണ്. ഇവിടുത്തെ പ്രധാന നേർച്ചകൾ തമുക്കും ഉടുപ്പ് നേർച്ചകളുമാണ്. ഇവിടുത്തെ പള്ളിപണി ഇപ്പം നടക്കുകയാണ്. അത് പൂർത്തിയാക്കാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ നല്ലോണം സഹകരിക്കുന്നുണ്ട്.